വീണ്ടും സുപ്രഭാതം. കർത്താവിൻ്റെ നാമത്തുള്ള ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നു. ടിപ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. 1500 എപ്പിസോഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ആരെങ്കിലും അറിയുന്നുണ്ട് കേട്ടോ? ആര് ശ്രദ്ധിക്കുന്നു? നമ്മൾ നല്ല അടിപൊളി മഴയാണ് ഇവിടെ കേട്ടോ. ഇന്ന് സൺഡേ ഈവനിങ് ആണ്. ഇതിന് ശേഷമാണ് ഇവിടുത്തെ മീറ്റിങ്. നല്ല മഴ കണ്ടാണ് ഞാൻ പുറത്തിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞത്. നല്ല അടിപൊളി ഇതൊക്കെ. ഈ ഒരു മനോഹരമായൊരു സ്ഥലം ഞങ്ങൾക്ക് അവകാശമായിട്ട് തന്നതിന് കർത്താവിന് നന്ദി പറയും. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സോളിഷ് അല്ലെങ്കിൽ ജഡിക മനുഷ്യർ. പ്രാകൃത മനുഷ്യരല്ല, കാരണമല്ല, ജഡികർ. കാരണം 1 കൊരിന്ത്യരിൽ പൗലോസ് കൊരിന്ത്യർ സഭയോട് സംസാരിക്കുക. ലോക മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, കൊരിന്ത്യർ സഭയോട് സംസാരിക്കുന്നതാണ്. വായിക്കാൻ പോകുന്നത്. സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. സഭയിലെ ആൾക്കാരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ജഡിക മനുഷ്യൻ്റെ ഒരു ലക്ഷണം എന്താണെന്നറിയോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളാവും. എനിക്ക് ഒത്തിരി പേരെ എനിക്കറിയാം. വർഷങ്ങളായി കർത്താവിനെ അറിഞ്ഞിട്ട് അവർ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ അവർക്കെന്നും പറയാനായിട്ട് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവിന് നിങ്ങൾ ഓമനയാണ്, നിങ്ങൾ കർത്താവിൻ്റെ സ്വന്തമാണ്, നിങ്ങൾ കർത്താവിൽ നിന്ന് വിളിച്ചാൽ മതി, കർത്താവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊന്ന് എന്നവരോട് കുറേ പ്രാവശ്യം പറയിപ്പിക്കുക. കർത്താവിനെ കൈയടിച്ചെന്ന് ആരാധിച്ചേ, കൈയടിച്ചൊരു മഹത്വം കൊടുത്തേ. കുറേ ഏറ്റവും ബേസിക്കായിട്ടുള്ള, അതായത് പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ PGക്ക് പഠിക്കേണ്ടതാണ്. ഇപ്പോഴും പഠിപ്പിക്കുന്നതും പാടിക്കുന്നതും നഴ്സറി റൈംസാണ്. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്ക് വലിയ മർമ്മങ്ങളൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും താല്പര്യമില്ല. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ഇവരെന്ത് സൗമ്യര ആൾക്കാരല്ലേ, എന്ത് എളിമയുള്ളവർ. വാസ്തവത്തിൽ അവർ കർത്താവിൽ വളർച്ചയില്ല, അല്ലെങ്കിൽ വളരാൻ താല്പര്യമില്ല. കാരണം അതിന് നമ്മളൊരു വില കൊടുക്കണം. കർത്താവിൽ വളരണമെങ്കിൽ വാസ്തവമായിട്ടും നമ്മൾ അതിന് ഒരു പ്രൈസ് പേ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇരിക്കണം, നമ്മൾ സമയമെടുക്കണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ബോധ്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ജഡത്തിൽ കഷ്ടം അനുഭവിക്കേണ്ടി വരും, പരിഹാസം ഏൽക്കേണ്ടി വരും. നമ്മുടെ സമയം നമ്മൾ എക്സ്ട്രാ ടൈം അതിനുവേണ്ടി കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഒരു മീറ്റിംഗ് നമ്മൾ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കേണ്ടി വരും. കാരണം ആത്മീയ മർമ്മങ്ങൾ കർത്താവ് നമുക്ക് തരുന്നത്, ആ വെളിപാടുകൾ തരുന്നത് നമ്മുടെ ഗ്രോത്തിനനുസരിച്ച്, നമ്മുടെ മച്യൂരിറ്റിക്ക് അനുസരിച്ചാണ്. അപ്പം ഇതൊന്നും ഇല്ല, വേണ്ട, എനിക്ക് വലിയ മർമ്മങ്ങളൊന്നും അറിയത്തില്ല, കർത്താവ് എന്നെ വിളിച്ചാൽ മതി, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എന്തെളുപ്പോ കയറി നിൽക്കുക, കുറേ കാര്യം, പിന്നെ കുറച്ച് പ്രവചനപരവും കുറച്ച് രോഗസൗഖ്യ ശുശ്രൂഷയൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കുക. ആൾക്കാർക്കും അത് മതി കേട്ടോ. ഞാൻ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ചില ന്യൂജൻ ചർച്ചസിൻ്റെ അവിടുത്തെ കുറച്ച് സമയമൊക്കെ ഞാൻ വാച്ച് ചെയ്യാറുണ്ട്, എന്താ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടവും വിഷമവും ഒക്കെ തോന്നും. ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ, ഇത്രയും നാളായിട്ടും ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച എന്തോ ലഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് എന്തൊക്കെയോ ലഭിക്കാൻ പോകുന്നു. ഒരു വലിയ സംഭവത്തോടെ പറയുന്നത് ഓർത്താം. ഒരു 10 അല്ലെങ്കിൽ അവിടെ നിറച്ചിരിക്കുന്ന ആൾക്കാരോട് പറയണ, ഈ മാസമെല്ലാം നിങ്ങൾക്ക് ദൈവം എന്തോ തരാൻ പോകും. ഇത് എന്താ, അതിൽ കുറച്ച് പേരുടെ ജീവിതത്തിൽ നാച്ചുറലി ഒരു എന്താ പറയുക, അവർക്ക് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കും. ചിലപ്പോൾ ഒരു വാഹനം എടുക്കാൻ അവരാഗ്രഹിച്ചിരിക്കുക, അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായി, ഈ ആഴ്ചയായിരിക്കും അത് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മാസം ലഭിക്കും. അപ്പോൾ പിന്നെ അവരെ കൊണ്ട് സാക്ഷ്യം പറയിക്കും, ഞങ്ങളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചു, അപ്പോഴാണ് ബ്രദർ ആത്മാവിൽ പ്രവചിച്ചു, ഈ മാസം നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്ന വാഹനം വരുന്നു, ഞങ്ങൾക്ക് ആ വാഹനം ലഭിച്ചു. ഇതാണോ സാക്ഷ്യം? ഈ സോളിഷാണോ സ്പിരിച്വലാണോ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നറിയാം? പൗലോസ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഇതിനകത്ത് 2 പേർക്ക് ഉത്തരവാദിത്വം.
ഒന്ന്, ഈ മിനിസ്ട്രി എന്ന നിലയിൽ അതിൻ്റെ ചാർജുള്ള ദൈവദാസന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം അവരെ കട്ടിയ ആഹാരം കൊടുത്ത് പരിശീലിപ്പിച്ചില്ല. അവർക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ഷോർട്ട് ഈറ്റ്സ്, അല്ലെങ്കിൽ സ്നാക്സ്, അല്ലെങ്കിൽ എന്താ പറയുക ടച്ചിങ്സ് ഇങ്ങനെ കൊടുത്തു അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അവരോർത്ത് ഇത്രയൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു കാറ് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടുന്നു, മതി, ഞാൻ ആത്മീയനാ. കാരണം എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അത് ദൈവദാസൻ പറഞ്ഞു, അത് അതുപോലെ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ കുറേ പേർക്ക് കിട്ടും, അവരെല്ലാം അത് വിശ്വസിച്ചു. കിട്ടാത്തവരോട് ദൈവദാസൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാഞ്ഞുണ്ട്, അവർക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കി വിടുക. ഇതൊക്കെ ഒന്ന് നിർത്ത്. എന്നെ ആരെങ്കിലും കേൾക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. അവരോട് ജഡിക മനുഷ്യരോടെന്ന പോലെ സംസാരിക്കാതെ ആദ്യം നമ്മളൊരു ആത്മീയ നിലവാരത്തിലേക്കൊന്ന് ഉയരും. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയും. അവരാ ജഡികരായിരിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ വീണ്ടും ജനനം നടന്നതിന് ശേഷം ആത്മീയ ശിശുക്കളായിരിക്കുന്നവരെ ആ പക്വതയിലേക്കൊന്ന് കൈപിടിച്ച് നടത്തുക. അവർക്ക് കട്ടിയായ ഭക്ഷണം കൊടുക്കുക. ദൈവയുധം ഭംഗിയായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇതിനൊന്നും അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. രാജ്യം നീതി അന്വേഷിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം നമ്മൾ ഫോളോ ചെയ്യും. എനിക്കും ഇതെല്ലാം ആവശ്യം, ഞാനതിന് എതിരല്ല. പക്ഷെ പ്രയോറിറ്റീസ് കർത്താവ് അനുകരിക്കുക.